111ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഹു ഓസ് സംതിങ് ഈസ് കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ ക്രെഡിറ്റർ, സെക്കൻഡ് ഓപ്ഷൻ റിസീവർ, തേർഡ് ഓപ്ഷൻ ഡെപ്റ്റർ, ഫോർത്ത് ഓപ്ഷൻ ഔട്ട് ഗോയിങ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എ പേഴ്സൺ ഹു ഓസ് സംതിങ് ടു ദി ബിസിനസ്. എ പേഴ്സൺ ഹു ഓസ് മണി ടു ദി ബിസിനസ്. ബിസിനസ്സിൽ നിന്നും ഗുഡ്സ് ഓർ സർവീസസ് കടത്തിൽ സ്വീകരിച്ച ശേഷം ബിസിനസ്സിലേക്ക് പണം കൊടുക്കാനുണ്ട്, ബിസിനസ്സിലേക്ക് കടപ്പെട്ടിരിക്കുന്നു, ഇസ് കോൾഡ്. 111ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ഡെപ്റ്റർ ആണ്. 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ സാലറീസ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഗുഡ്സ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ ബാങ്ക് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ മറ്റൊരു പേരാണ് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് ഏതാണ്? 112ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. ആൻസർ സാലറീസ് അക്കൗണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എൻറ്ററിങ് എ ട്രാൻസാക്ഷൻ ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ക്രെഡിറ്റിംഗ് ആൻ അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഡെബിറ്റിംഗ് ആൻ അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ക്ലോസിംഗ് ആൻ അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ ബാലൻസിങ് ആൻ അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ട്രാൻസാക്ഷൻ ഒരു അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എൻ്റർ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നമുക്കൊരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡും പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റുമാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എൻ്റർ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഡെബിറ്റിംഗ് ആൻ അക്കൗണ്ടാണ്. അപ്പോൾ 113ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ഡെബിറ്റിംഗ് ആൻ അക്കൗണ്ട്. 114ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ലയബിലിറ്റീസ് എക്സീഡ് അസറ്റ്സ് എ പേഴ്സൺ ഈസ് സെഡ് ടു ബി. ഫസ്റ്റ് ഓപ്ഷൻ സോൾവൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഇൻ ബാഡ് ഡെറ്റ്സ്, തേർഡ് ഓപ്ഷൻ ബാങ്ക്രപ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ ഇൻസോൾവൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു വ്യക്തിയുടെ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അസറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസറ്റ് വിറ്റാലും അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി കൊടുത്ത് തീർക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയുള്ള വ്യക്തിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റിയാണ് കൂടുതൽ. 114ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ ഇൻസോൾവൻ്റ് ആണ്. എന്താണ് ബാങ്ക്രപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇൻസോൾവെൻറ്റിന് ഒഫീഷ്യലായിട്ട് തന്നെ ഈ പറഞ്ഞ കോർട്ട് ഡിക്ലെയർ ചെയ്യുക ഇൻസോൾവെൻറ്റ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള അസറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കോടതി ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യും. എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉള്ള അസറ്റ് വിറ്റ് ഒരു പ്രൊപ്പോർഷനായിട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി കൊടുത്ത് തീർക്കുന്നതിന് വേണ്ടി. അപ്പോൾ കോർട്ട് ഡിക്ലെയർ ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് വരുന്നതാണ് ഇത് ബാങ്ക് റപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ 114ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിളായിട്ട് ലയബിലിറ്റീസ് എക്സീഡ്, ലയബിലിറ്റി കൂടുവാണ് അസറ്റിനേക്കാളും. എ പേഴ്സൺ ഈസ് സെഡ് ടു ബി. ആൻസർ ഡി ആണ്. ആൻസർ ഇൻസോൾവൻ്റ് ആണ്. അപ്പോൾ 114ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 115ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. ഏത് അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിങ് റൂൾസ് ആണ്? 115ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. റിയൽ അക്കൗണ്ടിൻ്റെ ആണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. നോമിനൽ അക്കൗണ്ടിൻ്റെ മറ്റൊരു പേരാണ് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെയോ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. ഇവിടെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ആൻസർ 115ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ റിയൽ അക്കൗണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 116ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ഫർ ഓഫ് എൻട്രീസ് ഫ്രം സബ്സിഡറി ബുക്സ് ടു ലെഡ്ജർ ഈസ് കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ ക്ലോസിംഗ് എൻട്രി, സെക്കൻഡ് ഓപ്ഷൻ പോസ്റ്റിംഗ്, തേർഡ് ഓപ്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി, ഫോർത്ത് ഓപ്ഷൻ ഓപ്പണിംഗ് എൻട്രി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ട്രാൻസ്ഫർ ചെയ്യുകയാണ് എൻട്രീസ് ഫ്രം സബ്സിഡറി ബുക്സ് അല്ലെങ്കിൽ ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ഈസ് കോൾഡ്. 116ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ റിപ്പീറ്റഡ് തന്നെയാണ്, നമുക്കറിയാം. ഈസ് കോൾഡ്. ആൻസർ ബി ആണ്. ആൻസർ പോസ്റ്റിംഗ് ആണ്. 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവറി എൻട്രി ഇൻ ദി ജേണൽ ഈസ് ഫോളോഡ് ബൈ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷൻ നോൺ ആസ്. ഫസ്റ്റ് ഓപ്ഷൻ ലെഡ്ജർ ഫോളിയോ, സെക്കൻഡ് ഓപ്ഷൻ ബാലൻസിങ്, തേർഡ് ഓപ്ഷൻ നരേഷൻ, ഫോർത്ത് ഓപ്ഷൻ ഡീറ്റെയിലിംഗ്. യെസ്, എന്താണ്? ജേണൽ എൻട്രീനെ ഫോളോ ചെയ്തൊരു ഷോർട്ടായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും ആ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കറിയാലോ, അതിന് പറയുന്ന പേരെന്താണ്? 117ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ നരേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 118ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് എനി സർവീസ് റെൻഡേഡ്, ദ ഡെബിറ്റ് ഷുഡ് ബി ഗിവൺ ടു. ഫസ്റ്റ് ഓപ്ഷൻ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് പേ, സെക്കൻഡ് ഓപ്ഷൻ പർട്ടിക്കുലർ സർവീസ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ക്യാഷ് അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ സസ്പെൻസ് അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എനി സർവീസ് റെൻഡേഡ്, ഏതെങ്കിലും സർവീസസ് റെൻഡർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പേയ്മെൻറ്റ് മെയ്ഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ദ ഡെബിറ്റ് ഷുഡ് ബി ഗിവൺ ടു. ഡെബിറ്റ് കൊടുക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ളത് ഏത് അക്കൗണ്ടിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, എനി സർവീസ് റെൻഡേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളൊരു എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്തു. ആ എംപ്ലോയിയുടെ സർവീസിന് പകരം നമ്മൾ സാലറി കൊടുത്തു. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി വരും? സാലറീസ്
അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ സാലറീസും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷും ആണ്. അപ്പോൾ നോക്കി, ഡെബിറ്റ് ഷുഡ് ബി ഗിവൺ ടു സാലറീസ് അക്കൗണ്ടാണ്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ബി ആണ്. ആൻസർ എന്താണ്, പർട്ടിക്കുലർ സർവീസ് അക്കൗണ്ടാണ്. അപ്പോൾ 118ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ, സാലറീസ് അക്കൗണ്ട് അല്ലേ, അപ്പോൾ ബി ആണ് ആൻസർ, പർട്ടിക്കുലർ സർവീസ് അക്കൗണ്ട്. അപ്പോൾ 118ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 119ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ക്യാഷ് അക്കൗണ്ട് ഈസ് ഗോയിങ് ടു ബി ക്ലോസ്ഡ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സൈഡ്സ് ഈസ് എൻഡഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് വിത്ത് ദി വേർഡ്സ്. ഫസ്റ്റ് ഓപ്ഷൻ ടു ബാലൻസ് ബ്രോ ഡൗൺ, സെക്കൻഡ് ഓപ്ഷൻ ടു ക്യാഷ് ഓൺ ഹാൻഡ്, തേർഡ് ഓപ്ഷൻ ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ഫോർത്ത് ഓപ്ഷൻ ബൈ ബാലൻസ് റിട്ടേൺ ഓഫ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വെൻ ക്യാഷ് അക്കൗണ്ട് ഈസ് ഗോയിങ് ടു ബി ക്ലോസ്ഡ്, ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നേരത്ത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സൈഡ്സ്, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡിഫറൻസ് എന്താണ്, ടു സൈഡ്സിൻ്റെ ഡിഫറൻസ് ഈസ് എൻഡഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുന്നത്. വിത്ത് ദി വേർഡ്സ്, ഏത് വേർഡ്സിലാണ് എൻട്രി ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ക്യാഷ് അക്കൗണ്ടിന് എപ്പോഴും ഏത് ബാലൻസ് ആയിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ, ഡെബിറ്റ് ബാലൻസ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് നമുക്കറിയാം, ഡെബിറ്റ് ബാലൻസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഏത് സൈഡിലാണ് ബാലൻസ്, ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ നേരത്ത് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് സി ഡി എന്നും പറഞ്ഞുകൊണ്ട് ഡിഫറൻസ് എന്താണ് എഴുതും, റിട്ടേൺ ഓഫ് ചെയ്യും. അപ്പോൾ നോക്കി, ഇത് ഡെബിറ്റ് സൈഡ്, അതുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയത്. ഓക്കെ, ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ബൈ ബാലൻസ് സി ഡി, ക്യാരി ഡൗൺ ആണ്. അപ്പോൾ 119ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ, ബൈ ബാലൻസ് ക്യാരി ഡൗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If on the date of closing there is a balance of unsold goods, that amount is to be shown on the credit side of the goods account with the words. First option to balance, second option by balance, third option by carried on, fourth option to carried forward. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? If on the date of closing there is a balance of unsold goods, ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് ഓഫ് അൺസോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്കിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ആ സാഹചര്യത്തിൽ ദാറ്റ് എമൗണ്ട് ഈസ് ടു ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ഗുഡ്സ് അക്കൗണ്ട് വിത്ത് ദി വേർഡ്സ്. ഗുഡ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഏത് വേർഡ്സ് എഴുതിയിട്ടാണ് ആ എമൗണ്ട് ഷോൺ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കി, ഗുഡ്സ് അക്കൗണ്ട്, അപ്പോൾ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഏത് വേർഡ്സ് എഴുതിയിട്ടാണ് ഒരു ബാലൻസ് ചെയ്യുന്നത്? ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ, ബൈ ബാലൻസ് ഇങ്ങനെ എഴുതും, ബൈ ബാലൻസ് സി ഡി ക്യാരിഡ് ഡൗൺ. ഓപ്ഷൻ നോക്കി, ഫസ്റ്റ് ഓപ്ഷൻ ടു ബാലൻസ്, സെക്കൻഡ് ഓപ്ഷൻ ബൈ ബാലൻസ്, തേർഡ് ഓപ്ഷൻ ബൈ ക്യാരിഡ് ഡൗൺ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നില്ല, ഫോർത്ത് ഓപ്ഷൻ ടു ക്യാരിഡ് ഫോർവേഡ്. അപ്പോൾ ബൈ ബാലൻസ് ആണ് ആൻസർ ആയിട്ട് എടുത്തിട്ടുള്ളത്, ബൈ ക്യാരി ഡൗൺ കൊടുത്തിട്ടുള്ളത്, കാരണം ബാലൻസ് അല്ലേ ചെയ്തു പോകുന്നത്. അപ്പോൾ 120ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ബി ആണ് ആൻസർ, ബൈ ബാലൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 121ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എവറി ക്രെഡിറ്റ് പർച്ചേസ് വെർ റെക്കോർഡ് ഇൻ ദി ജേണൽ, ദ എൻട്രി ഫോർ ഈച്ച് സച്ച് എ ട്രാൻസാക്ഷൻ വുഡ് ബി ടു ഡെബിറ്റ് ദി ഡാഷ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദി സപ്ലയർ ഗുഡ്സ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഗുഡ്സ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ഗുഡ്സ് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദി സപ്ലയർ, ഫോർത്ത് ഓപ്ഷൻ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദി സപ്ലയർ ക്യാഷ് അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇഫ് എവറി ക്രെഡിറ്റ് പർച്ചേസ് വെർ റെക്കോർഡ് ഇൻ ദി ജേണൽ, ക്രെഡിറ്റ് പർച്ചേസസ് ജേണലിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ദ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഫോർ ഈച്ച് സച്ച് ട്രാൻസാക്ഷൻ വുഡ് ബി ടു ഡെബിറ്റ് ദി ഡാഷ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ഡാഷ്. ഡെബിറ്റ് ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, അതുപോലെ ക്രെഡിറ്റ് ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി നോക്കാം. പർച്ചേസർ ഗുഡ്സ് ഫ്രം അരുൺ, എന്താണ് ₹10,000, ഏതാണ് ക്രെഡിറ്റ് ബേസിസിൽ. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി വരും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു അരുൺ വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ അത് പരിഗണിച്ചിട്ടുള്ളത് ഗുഡ്സ് അക്കൗണ്ടിലാണ്. ഏത് അക്കൗണ്ടിലാണ്? ഗുഡ്സ് അക്കൗണ്ട്. അപ്പോൾ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അക്കൗണ്ടും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അരുണിൻ്റെ പേഴ്സണൽ അക്കൗണ്ടുമാണ്. അപ്പം ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നോക്കി, സി ആണ് ആൻസർ. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അക്കൗണ്ടും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അരുണിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദി സപ്ലയർ അല്ലേ അരുൺ. അപ്പോൾ 121ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ, ഗുഡ്സ് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദി സപ്ലയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
122ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഓൾ ക്യാഷ് റിസീപ്റ്റ്സ് ആർ പെയ്ഡ് ഇൻ ടു ദി ബാങ്ക് ആൻഡ് ഓൾ പേയ്മെന്റ്സ് ആർ മെയ്ഡ് ബൈ ചെക്ക് അനദർ സബ്സിഡറി ക്യാഷ് ബുക്ക് മെയിൻറ്റൈൻഡ് ഈസ് നോൺ ആസ്. ഫസ്റ്റ് ഓപ്ഷൻ സബ്സിഡറി ക്യാഷ് രജിസ്റ്റർ, സെക്കൻഡ് ഓപ്ഷൻ പെറ്റി ക്യാഷ് ബുക്ക്, തേർഡ് ഓപ്ഷൻ ബാങ്ക് ബുക്ക്, ഫോർത്ത് ഓപ്ഷൻ ഗുഡ്സ് ഇൻവേർഡ് ബുക്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വേർ ഓൾ ക്യാഷ് റിസീപ്റ്റ്സ് ആർ പെയ്ഡ് ഇൻ ടു ദി ബാങ്ക്, ബാങ്കിലേക്ക് പേ ചെയ്യുകയും ആൻഡ് ഓൾ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ബൈ ചെക്ക് മുഖേനയാണ് മെയ്ഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അനദർ സബ്സിഡറി ക്യാഷ് ബുക്ക് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യും? ഈസ് നോൺ ആസ്. അനദർ സബ്സിഡറി ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ടു റെക്കോർഡ് സ്മോൾ പേയ്മെൻറ്റ്സ്. അത് ഏത് ബുക്കാണ്? പെറ്റി ക്യാഷ് ബുക്കാണ്. അപ്പോൾ 122ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ, പെറ്റി ക്യാഷ് ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 123ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ഇൻഡിക്കേറ്റ് ദ ഐറ്റംസ് വിച്ച് കോസ് ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബാലൻസസ് ആസ് പെർ ദി ബാങ്ക് കോളം of the cash book and bank passbook on any date. First option trial balance, second option cash flow statement, third option reconciliation statement, fourth option balance sheet. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? The statement prepared to indicate the items which cause disagreement between the balances. എവിടത്തേക്ക് ബാലൻസസ്? ആസ് പെർ ദി ബാങ്ക് കോളം ഓഫ് ദി ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളവും അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിലെയും എന്താണ് ബാലൻസസിൻ്റെ ഡിഫറൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്. എനി ഡേറ്റ്, ഏതെങ്കിലും ഡേറ്റിൽ എപ്പോൾ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. ആ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം, ഏതാണ്? ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 123ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 124ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മെത്തേഡ് വിച്ച് പ്രൊവൈഡ്സ് എ റെഡി മീൻസ് ടു ട്രേഡേഴ്സ് ഓഫ് സം സ്റ്റാൻഡിംഗ് ടു റൈസ് മണി ഓൺ ദി ക്രെഡിറ്റ് ഓഫ് വൺ അനദർ ഈസ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ പ്രോമിസറി നോട്ട്, സെക്കൻഡ് ഓപ്ഷൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, തേർഡ് ഓപ്ഷൻ അക്കോമഡേഷൻ ബില്ല്, ഫോർത്ത് ഓപ്ഷൻ MOU. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ മെത്തേഡാണ് വിച്ച് പ്രൊവൈഡ്സ് ടു റൈസ് ദി ഫണ്ട്സ് ട്രേഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ട് ഓൺ ദി ക്രെഡിറ്റ് ഓഫ് വൺ അനദർ ഈസ്. ഇപ്പോൾ ജെനുവനായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്താണ്? താൽക്കാലികമായിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്നതിന് അതിന് പറയുന്ന പേരെന്താണ്? ബില്ലാണ്. ബില്ലിലെ ടൈപ്സ് ഓഫ് ബില്ല് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. 124ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ താൽക്കാലികമായി ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ട്രേഡേഴ്സ്. ഏതാണ്? സി ആണ് ആൻസർ, അക്കോമഡേഷൻ ബില്ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 125ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ മീറ്റിംഗ് ദി ബിൽ ഓൺ ഡ്യൂ ഡേറ്റ് എൻ്റർ ഇറ്റ് ത്രൂ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ഡാഷ് ആൻഡ് ഡെബിറ്റ് സൈഡ് ഓഫ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ബിൽസ് പേബിൾ അക്കൗണ്ട് ക്യാഷ് ബുക്ക്, സെക്കൻഡ് ഓപ്ഷൻ ക്യാഷ് ബുക്ക് ബിൽസ് പേബിൾ അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ബിൽസ് റിസീവബിൾ ബുക്ക് ക്യാഷ് ബുക്ക്, ഫോർത്ത് ഓപ്ഷൻ ക്യാഷ് ബുക്ക് ബിൽസ് റിസീവബിൾ ബുക്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഓൺ മീറ്റിംഗ് ദി ബിൽ ഓൺ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രിയിൽ എൻ്റർ ഇറ്റ് ത്രൂ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ഡാഷ് ആൻഡ് ഡെബിറ്റ് സൈഡ് ഓഫ് ഡാഷ്. അപ്പോൾ നോക്കിയാൽ ഓൺ മീറ്റിംഗ് ദി ബിൽ ഓൺ ഡ്യൂ ഡേറ്റ് ബിൽസ് പേബിളിനാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ബിൽസ് പേബിളിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പേയ്മെൻറ്റ് കൊടുക്കാൻ നേരത്ത് ആ ക്രെഡിറ്റ് ബാലൻസ് ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി വരും? ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് വരും. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ആൻഡ് ഡെബിറ്റ് സൈഡ് ഓഫ് ബിൽസ് പേബിൾ അക്കൗണ്ട്. അപ്പോൾ 125ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ, ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് ആൻഡ് ഡെബിറ്റ് സൈഡ് ഓഫ് ബിൽസ് പേബിൾ അക്കൗണ്ട്. 125ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 126ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോറിൻ ബിൽസ് അക്കമ്പനീഡ് ബൈ ബിൽ ഓഫ് ലേഡിംഗ് ഇൻവോയ്സ് ആൻഡ് ഇൻഷുറൻസ് പോളിസി ആർ നോൺ ആസ്. ഫസ്റ്റ് ഓപ്ഷൻ അക്കോമഡേഷൻ ബിൽസ്, സെക്കൻഡ് ഓപ്ഷൻ ഡോക്യുമെൻ്ററി ബിൽസ്, തേർഡ് ഓപ്ഷൻ ബിൽ ഓഫ് മെറ്റീരിയൽസ്, ഫോർത്ത് ഓപ്ഷൻ ഡിസ്കൗണ്ടിങ് ബിൽസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫോറിൻ ബിൽസ് അക്കമ്പനീഡ് ബൈ, എന്താണ് അക്കമ്പനി ചെയ്യുന്നത്? ബിൽ ഓഫ് ലേഡിങ്ങും ഇൻവോയ്സും ആൻഡ് ഇൻഷുറൻസ് പോളിസി ആർ നോൺ ആസ്. ഡോക്യുമെൻറ്റ്സ് ആണ് അക്കമ്പനീഡ്, ദാറ്റ് മീൻസ് എന്താണ്? ഡോക്യുമെൻ്ററി ബിൽസ് ആണ്. അപ്പോൾ 126ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, ഡോക്യുമെൻ്ററി ബിൽസ്. 127ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. record of the transaction from the nominal account to profit and loss account. First option ledger, second option cash book, third option journal proper, fourth option bills journals. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റെക്കോർഡ് ചെയ്യാണ് ദ ട്രാൻസാക്ഷൻ ഫ്രം ദി നോമിനൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? ക്ലോസിംഗ് എൻട്രി ആണ്. അപ്പോൾ ക്ലോസിംഗ് എൻട്രീസ് ആർ പാസ്ഡ് ത്രൂ. 127ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, ജേണൽ പ്രോപ്പർ വഴിയാണ്. അപ്പോൾ 127ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 128ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഗ്രിമെൻറ്റ്സ് ഓഫ് ഡാഷ് പ്രൊവൈഡ്സ് എ വെരി യൂസ്ഫുൾ ചെക്ക് ഓൺ ലെഡ്ജർ പോസ്റ്റിംഗ്. ഫസ്റ്റ് ഓപ്ഷൻ ബാലൻസ് ഷീറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ട്രയൽ ബാലൻസ്, തേർഡ് ഓപ്ഷൻ ക്യാഷ് ഫ്ലോ, ഫോർത്ത് ഓപ്ഷൻ ഫണ്ട് ഫ്ലോ.
എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിൻ്റെ എഗ്രിമെൻറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എ വെരി യൂസ്ഫുൾ ചെക്ക് ഓൺ ലഡ്ജർ പോസ്റ്റിംഗ്. ലഡ്ജർ പോസ്റ്റിങ്ങിൻ്റെ വെരി യൂസ്ഫുൾ ചെക്ക് ഏതാണ്? ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ടു ചെക്ക് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ 128ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. 129ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ദി ബാലൻസ് ഷീറ്റ് ഓഫ് 2 or more periods. ഫസ്റ്റ് ഓപ്ഷൻ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, തേർഡ് ഓപ്ഷൻ ട്രെൻഡ് അനാലിസിസ്, ഫോർത്ത് ഓപ്ഷൻ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡീൽ ചെയ്യുന്നത് വിത്ത് ദി കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ്? കമ്പാരിസൺ നടത്തുന്നത്, കമ്പയർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഐറ്റംസ് ഓഫ് 2 or more periods, 2 അതിലധികമോ. 129ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കമ്പാരിസൺ അല്ലേ? ഡി ആണ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മോർ ദാൻ 2 years ആണെങ്കിൽ ഐറ്റംസ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ചേഞ്ചസ് ഇൻ ദി ഐറ്റംസിൻ്റെ മോർ ദാൻ 2 years ആണെങ്കിൽ ട്രെൻഡ് അനാലിസിസ് വന്നേനെ. ഇവിടെ 2 or more periods ആയതുകൊണ്ട് 129ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 130ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ സ്ട്രെങ്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്ത് റെസ്പെക്ട് ടു എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻസസ്. ഫസ്റ്റ് ഓപ്ഷൻ ലിവറേജ് റേഷ്യോ, സെക്കൻഡ് ഓപ്ഷൻ ടേൺ ഓവർ റേഷ്യോ, തേർഡ് ഓപ്ഷൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ഫോർത്ത് ഓപ്ഷൻ ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് റേഷ്യോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സ്ട്രെങ്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വിത്ത് റെസ്പെക്ട് ടു എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻസസ്. ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻസസിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് റേഷ്യോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 130ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. ലിവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? സോൾവൻസി റേഷ്യോ ആണ്. പിന്നെ ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. ടേൺ ഓവർ റേഷ്യോ അനദർ നെയിം ആക്ടിവിറ്റി റേഷ്യോ ആണ്. പിന്നെ ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ 130ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 131ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബിൽസ് റിസീവേഴ്സ് കംസ് അണ്ടർ ഫസ്റ്റ് ഓപ്ഷൻ ബാഡ് ഡെറ്റ്സ്, സെക്കൻഡ് ഓപ്ഷൻ ഫ്ലോട്ടിംഗ് അസറ്റ്സ്, തേർഡ് ഓപ്ഷൻ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഫോർത്ത് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബിൽസ് റിസീവബിൾ കംസ് അണ്ടർ. ബിൽസ് റിസീവബിൾ കംസ് അണ്ടർ കറണ്ട് അസറ്റാണ് ബിൽസ് റിസീവബിൾ. കറണ്ട് അസറ്റിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലോട്ടിംഗ് അസറ്റ് ഓർ സർക്കുലേറ്റിംഗ് അസറ്റ്. അപ്പോൾ 131ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 132ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിക്സ്ഡ് അസറ്റ്സ് ഷാൾ ബി വാല്യൂഡ് അറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഒറിജിനൽ കോസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, തേർഡ് ഓപ്ഷൻ വാല്യൂഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾനെസ് ടു ദി ബിസിനസ്, ഫോർത്ത് ഓപ്ഷൻ ബ്രേക്കപ്പ് വാല്യൂ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫിക്സ്ഡ് അസറ്റ് ഷാൾ ബി വാല്യൂഡ് അറ്റ്. 132ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. വാല്യൂഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾനെസ് ടു ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ യൂസ്ഫുൾനെസ്സിൻ്റെ ബേസിലാണ് ഫിക്സ്ഡ് അസറ്റ് എന്ത് ചെയ്യുന്നത്? വാല്യൂ ചെയ്യുന്നത്. 132ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 133ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ബാലൻസസ് റിലേറ്റിംഗ് ടു എക്സ്പെൻസസ് ഓർ ഗെയിൻസ് വിൽ ഗോ ഇൻ ടു ദി ഫസ്റ്റ് ഓപ്ഷൻ ബാലൻസ് ഷീറ്റ്, സെക്കൻഡ് ഓപ്ഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ക്യാപിറ്റൽ അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ സസ്പെൻസ് അക്കൗണ്ട്. ബാലൻസസ് റിലേറ്റിംഗ് ടു എക്സ്പെൻസസ് ഓർ ഗെയിൻസ് വിൽ ഗോ ഇൻ ടു ദി എവിടെയാണ് പോകുന്നത്? ആൻസർ ബി ആണ് ആൻസർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 133ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 134ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഡ്വാൻസ് അഗനസ്റ്റ് കൺസൈൻമെൻറ്റ് ഈസ് ക്രെഡിറ്റഡ് അഗനസ്റ്റ് ദ ഡാഷ് ഓഫ് കൺസൈനി. ഫസ്റ്റ് ഓപ്ഷൻ ഗുഡ്സ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ കൺസൈൻമെൻറ്റ് ഇൻവേർഡ് ബുക്ക്, തേർഡ് ഓപ്ഷൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് കൺസൈനി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും അഡ്വാൻസ് കൺസൈനിയുടെ കയ്യിൽ നിന്നും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൺസൈനറുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും അഡ്വാൻസ് സ്വീകരിച്ചാൽ കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനാണ്. കാരണം കൺസൈനറുടെ ബുക്കിലല്ലേ. അപ്പോൾ നോക്കിയേ, ഡെബിറ്റ് ബാങ്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ടു കൺസൈനിയാണ്. അപ്പോൾ 134ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെ ഡി ആണ്, പേഴ്സണൽ അക്കൗണ്ട് ഓഫ് കൺസൈനി. 134ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 135ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദർ ഇസ് എ ഡിസഗ്രിമെൻറ്റ് ഇൻ ദ ട്രയൽ ബാലൻസ് ദ ഡിഫറൻസ് മേ ബി
ടെമ്പററിലി ക്രെഡിറ്റഡ് ഓർ ഡെബിറ്റഡ് ടു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 135ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ ജേണൽ പ്രോപ്പർ, സെക്കൻഡ് ഓപ്ഷൻ ക്യാഷ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ സസ്പെൻസ് അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടാണ്? 135ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. സസ്പെൻസ് അക്കൗണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 136ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. PMLA related to KYC stands for first option Prevention of Money Laundering Act, second option Prohibition of Money Laundering Act, third option Prime Money Lending Act, fourth option none of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? KYC പറയുന്ന PMLA എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. PMLAയുടെ ഫുൾ ഫോം 136ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 136ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 ആണ്. 136ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 137ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ കസ്റ്റമർ ഹു ഹാസ് ലോസ്റ്റ് ദി ഡിമാൻഡ് ഡ്രാഫ്റ്റ് പർച്ചേസ്ഡ് ബൈ ഹിം വിച്ച് ഡോക്യുമെന്റ് ഇസ് ഒബ്റ്റൈനിങ് ബിഫോർ ഇഷ്യൂയിങ് ഡ്യൂപ്ലിക്കേറ്റ് DD? ഫസ്റ്റ് ഓപ്ഷൻ അണ്ടർടേക്കിംഗ്, സെക്കൻഡ് ഓപ്ഷൻ ഇൻഡെംനിറ്റി ബോണ്ട്, തേർഡ് ഓപ്ഷൻ കോൺട്രാക്ട് ടു അബ്സ്റ്റൈൻ ഫ്രം യൂസിംഗ് ദി ഫസ്റ്റ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ റെസ്ട്രിക്റ്റീവ് എഗ്രിമെൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് DD കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡോക്യുമെൻ്റ് അദ്ദേഹത്തിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യും ബാങ്ക്. ആ ഡോക്യുമെൻ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 137ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ. ഒരു ഇൻഡെംനിറ്റി ബോണ്ടാണ് ഒബ്റ്റൈൻ ചെയ്ത ശേഷമാണ് ഡ്യൂപ്ലിക്കേറ്റ് DD ബാങ്ക് ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ 137ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 138ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When does the bank make the payment of bank guarantee? First option when the beneficiary invokes the guarantee and makes demand to the bank. Second option on bank getting satisfied that the person on whose behalf the guarantee is given has defaulted on his part. Third option only when court orders on invoking guarantee. Fourth option when the person on whose behalf the guarantee is given gives his consent to pay. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സാഹചര്യത്തിലാണ് ഒരു ബാങ്ക് ഗ്യാരണ്ടിയുടെ പുറത്ത് ബാങ്ക് മേക്ക് ദി പേയ്മെൻറ്റ് നടത്തുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ വെൻ ദി ബെനിഫിഷ്യറി ഇൻവോക്സ് ദി ഗ്യാരണ്ടി ആൻഡ് മേക്സ് ഡിമാൻഡ് ടു ദി ബാങ്ക്. ബെനിഫിഷ്യറി എന്താണ്? ഗ്യാരണ്ടിക്ക് വേണ്ടി എന്താണ് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മേക്സ് ഡിമാൻഡ് ടു ദി ബാങ്ക്, ബാങ്കിൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യുകയാണ് പേയ്മെൻറ്റ് നടത്താൻ. അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എന്താണ്? ബാങ്ക് മേക്ക് ദി പേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടി. ബാങ്ക് ഗ്യാരണ്ടിയുടെ പുറത്ത് ബാങ്ക് പേയ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ 138ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. അടുത്ത ഓപ്ഷൻ നോക്കി. ഓൺ ബാങ്ക് ഗെറ്റിംഗ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ പേഴ്സൺ ഓൺ ഹൂസ് ബിഹാഫ് ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഹാസ് ഡിഫോൾട്ടഡ് ഓൺ ഹിസ് പാർട്ട്. ബാങ്കിന് ബോധ്യപ്പെടുവാണ് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള വ്യക്തി എന്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിൽ നിന്ന് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ട്. അതൊരു റീസൺ അല്ല ബാങ്ക് ഗ്യാരണ്ടിയുടെ പുറത്ത് പേയ്മെൻറ്റ് നടത്താൻ. തേർഡ് ഓപ്ഷൻ നോക്കി. ഓൺലി വെൻ കോർട്ട് ഓർഡർ ഓൺ ഇൻവോക്കിംഗ് ഗ്യാരണ്ടി. കോർട്ടിൻ്റെ ഓർഡറിൻ്റെ പുറത്ത് ബാങ്ക് ഗ്യാരണ്ടിക്ക് പേയ്മെൻറ്റ് മേക്ക് ചെയ്യുക. അതും ഒരു റീസൺ അല്ല. ഫോർത്ത് ഓപ്ഷൻ വെൻ ദി പേഴ്സൺ ഓൺ ഹൂസ് ബിഹാഫ് ദി ഗ്യാരണ്ടി ഈസ് ഗിവൺ ഗിവ്സ് ഹിസ് കൺസെൻറ്റ് ടു പേ. ആർക്കാണോ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിയുടെ കൺസെൻറ്റിൻ്റെ പുറത്ത് പേയ്മെൻറ്റ് നടത്തുക. അതൊന്നും എന്താണ് റീസൺ അല്ല. റീസൺ എന്ന് പറഞ്ഞാൽ വെൻ ദി ബെനിഫിഷ്യറി ഇൻവോക്സ്, ബെനിഫിഷ്യറി അഭ്യർത്ഥിക്കുകയാണ് ബാങ്കിൻ്റെ അടുത്ത് ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് ഗ്യാരണ്ടിയുടെ പുറത്ത് പേയ്മെൻറ്റ് മേക്ക് ചെയ്യാൻ. അതാണ് റീസൺ. അപ്പോൾ 138ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 139ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രെഡിറ്റ് റിസ്ക് ഇൻവോൾവ്സ് ദി ഫോളോവിങ്. ഫസ്റ്റ് ഓപ്ഷൻ ദ സെക്യൂരിറ്റി മേ ഗെറ്റ് ഡൈലൂട്ട് ഇൻ വാല്യൂ. സെക്കൻഡ് ഓപ്ഷൻ ദ റിസ്ക് ദാറ്റ് മണി ലെൻഡ് മെ നോട്ട് ബി റീപെയ്ഡ് ഇൻ ടൈം ഓർ നോട്ട് അറ്റ് ഓൾ. തേർഡ് ഓപ്ഷൻ ദ ക്ലെയിം ഓഫ് ദി ബാങ്ക് മേ ബി ചാലഞ്ച്ഡ് ഇൻ ദി കോർട്ട് ഫോർ ഫോൾട്ടി ഡോക്യുമെൻറ്റേഷൻ. ഫോർത്ത് ഓപ്ഷൻ ഇറ്റ് ഈസ് സിറ്റുവേഷൻ ഇൻ വിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഫാളിംഗ് ഡൗൺ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ക്രെഡിറ്റ് റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 139ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ദ റിസ്ക് ദാറ്റ് മണി ലെൻറ്റ്, മണി കടം കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട് മെ നോട്ട് ബി റീപെയ്ഡ്, തിരികെ കിട്ടുന്നില്ല ഇൻ ടൈം ഓർ നോട്ട് അറ്റ് ഓൾ. അതാണ് കറക്റ്റ് ടൈമിലോ അല്ലെങ്കിൽ എന്താണ് തിരികെ കിട്ടാത്ത സാഹചര്യം ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ മണി കടം കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് ക്രെഡിറ്റ് റിസ്ക് ഇൻവോൾവ്സ്. 139ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 140ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഗാർണിഷ് ഓർഡർ ഈസ് ഓപ്പറേറ്റീവ് ഓൺലി വെൻ ദി ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ, സെക്കൻഡ് ഓപ്ഷൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്, തേർഡ് ഓപ്ഷൻ ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഏത് സാഹചര്യത്തിലാണെങ്കിലാണ് ഒരു ഗാർണിഷ് ഓർഡർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഗാർണിഷ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിലെ കസ്റ്റമറിന്
ബാങ്കിലെ അക്കൗണ്ടിൽ എന്താണ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരു കോടതിയുടെ ഉത്തരവ് പ്രകാരം ആ കസ്റ്റമർ വേറെ ആർക്കെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ എന്താണ് ബാങ്കിൻ്റെ അടുത്ത് ആവശ്യപ്പെടും. താൽക്കാലികമായിട്ട് തടഞ്ഞു നിർത്തുന്നതിനോ അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് ആ എമൗണ്ട് എടുത്ത് ഈ പറഞ്ഞിട്ടുള്ള കസ്റ്റമർ ആർക്കാണോ കൊടുക്കാനുള്ളത് അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്തായിരിക്കണം? ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ ആണെങ്കിലല്ലേ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ 140ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. എ ഗാർണിഷ് ഓർഡർ ഈസ് ഓപ്പറേറ്റീവ് ഓൺലി വെൻ ദി ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. 140ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 141ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാങ്കേഴ്സ് ജനറൽ ലീൻ ഈസ് അവൈലബിൾ. ഫസ്റ്റ് ഓപ്ഷൻ ഓൺ ഗുഡ്സ് ഓൺ സേഫ് കസ്റ്റഡി, സെക്കൻഡ് ഓപ്ഷൻ ഗുഡ്സ് ഇൻ ലോക്കർ, തേർഡ് ഓപ്ഷൻ ഓൺ ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റീസ് റിസീവ്ഡ് ഇൻ ദി കപ്പാസിറ്റി ഓഫ് എ ബാങ്കർ, ഫോർത്ത് ഓപ്ഷൻ ഗുഡ്സ് ലെഫ്റ്റ് ബൈ ഡെപ്റ്റേഴ്സ് ബൈ മിസ്റ്റേക്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളത് ഏത് സാഹചര്യത്തിലാണ് ബാങ്കേഴ്സ് ജനറൽ ലീൻ ഈസ് അവൈലബിൾ? 141ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഓൺ ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റീസ് റിസീവ്ഡ് ഇൻ ദി കപ്പാസിറ്റി ഓഫ് ബാങ്കർ. ബാങ്കർ എന്നൊരു കപ്പാസിറ്റിയിൽ ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റീസ് റിസീവ്ഡ് ചെയ്യുമ്പോഴാണ് ബാങ്കേഴ്സ് ജനറൽ ലീൻ ഈസ് അവൈലബിൾ. 141ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 142ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ആൻ അക്കൗണ്ട് ഹാവിംഗ് എ ബാലൻസ് ഓഫ് ₹12,000, one garnish order for ₹15,000 is received by 11 AM and another for ₹6,000 is received by 12:30 PM. The bank will first option attach the balance on the order received first, second option execute the order received second, third option the bank will pay proportionate against two orders, fourth option none of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഓൺ ആൻ അക്കൗണ്ട് ഹാവിംഗ് എ ബാലൻസ് ഓഫ് ₹12,000, ഒരു അക്കൗണ്ടിൽ ബാലൻസ് 12,000 ബാലൻസ് ഉണ്ട്. ആ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വൺ ഗാർണിഷ് ഓർഡർ എത്രയുടെ ₹15,000 റിസീവ് ചെയ്യുകയാണ് ബൈ 11 AM. അതേപോലെ തന്നെ ആ ബാങ്ക് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട് അനദർ ഗാർണിഷ് ഓർഡർ 6,000 റിസീവ് ചെയ്യുകയാണ് 12:30 PM. അങ്ങനെയെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 142ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അറ്റാച്ച് ദി ബാലൻസ് ഓൺ ദി ഓർഡർ റിസീവ്ഡ് ഫസ്റ്റ് ഓർഡർ റിസീവ് ചെയ്തിട്ടുള്ളത് എത്രേൻ്റെ ആണ്? 15,000 ആണ്. ആ 15,000 ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്? 12,000. ആ 12,000 എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ദി ബാലൻസ് ഓൺ ദി ഓർഡർ റിസീവ്ഡ് ഫസ്റ്റ്. 142ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 143ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഈസ് എക്സസൈസ്ഡ് ഇൻ കേസ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ ഫ്യൂച്ചർ ഡെപ്റ്റ്സ്, സെക്കൻഡ് ഓപ്ഷൻ ഡെപ്റ്റ്സ് ഡ്യൂ ആൻഡ് ഡിറ്റർമൈൻഡ്, തേർഡ് ഓപ്ഷൻ കണ്ടിജന്റ് ലയബിലിറ്റീസ്, ഫോർത്ത് ഓപ്ഷൻ മണി ഡിപ്പോസിറ്റ് വിത്ത് സം അതർ സ്പെസിഫിക് പർപ്പസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എക്സസൈസ് ചെയ്യുന്ന താഴെ കൊടുത്തിട്ടുള്ളത് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്? എന്താണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്? ഒരു വ്യക്തിക്ക് ഒരു ബാങ്കിൽ 2 അക്കൗണ്ട് ഉണ്ട്. ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്രെഡിറ്റും ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് ഡെബിറ്റ് ആണെങ്കിലും ഈ ക്രെഡിറ്റും ഡെബിറ്റും കൂടി എന്ത് ചെയ്യും? സെറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ 143ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ. ഡെപ്റ്റ്സ് എന്താണ്? ഡ്യൂ ആകണം. ഏതെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഡെപ്റ്റ്സ് ഡ്യൂ ആകുകയും അതിൻ്റെ ഡിറ്റർമെൻറ്റ് അത് ഡിറ്റർമൈൻ ചെയ്യുന്ന സാഹചര്യത്തിലാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എക്സസൈസ് ചെയ്യുന്നത്. ഈ ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസും തമ്മിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് നടത്തും. 143ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 144ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എ വാണ്ട്സ് ടു ഗിവ് മാൻഡേറ്റ് ടു ഹിസ് മൈനർ സൺ ടു ഓപ്പറേറ്റ് ഹിസ് അക്കൗണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ് സിൻസ് മൈനർ ക്യാൻ ബി ആൻ ഏജന്റ്. സെക്കൻഡ് ഓപ്ഷൻ ഇറ്റ് കനോട്ട് ബി ആക്സെപ്റ്റഡ് സിൻസ് മൈനർ കനോട്ട് ബി ആൻ ഏജന്റ്. തേർഡ് ഓപ്ഷൻ മാൻഡേറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ് ബട്ട് മൈനർ ഇസ് നോട്ട് അലൗഡ് ടു ഡ്രോ ചെക്ക്. ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മിസ്റ്റർ എ വാണ്ട്സ് ടു ഗിവ് മാൻഡേറ്റ് ടു ഹിസ് മൈനർ സൺ. മിസ്റ്റർ എ എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിൻ്റെ മൈനർ സണ്ണിൻ്റെ അടുത്ത് എന്താണ് ആജ്ഞാപിക്കുകയാണ് അല്ലെങ്കിൽ ഏൽപ്പിക്കുകയാണ് ടു ഓപ്പറേറ്റ് ഹിസ് അക്കൗണ്ട്, അതായത് എയുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ. 144ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ഇറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ് ആണ് സിൻസ് മൈനർ ക്യാൻ ബി ആൻ ഏജൻറ്റ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ 144ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 145ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മൈനർ ക്യാൻ ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് അക്കൗണ്ട് ഇൻ ഹിസ് നെയിം if he has completed dash years of age. First option 10 years, second option 14 years, third option 12 years, fourth option none of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മൈനറിന് ക്യാൻ ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാം ഇൻ ഹിസ് നെയിം, മൈനറിൻ്റെ നെയിമിൽ, ഇഫ് ഹി ഹാസ് കംപ്ലീറ്റഡ് ഡാഷ് ഇയേഴ്സ് ഓഫ് ഏജ്. അങ്ങനെ ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹം എത്ര ഇയേഴ്സ് ഓഫ് ഏജ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 145ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. 10 years ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
146 ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമം എമൗണ്ട് ഓഫ് ടൈം ഡെപ്പോസിറ്റ് വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഇൻ ദി നെയിം ഓഫ് മൈനർ ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ ₹10,000, സെക്കൻഡ് ഓപ്ഷൻ ₹30,000, തേർഡ് ഓപ്ഷൻ ₹50,000, ഫോർത്ത് ഓപ്ഷൻ അൺലിമിറ്റഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മാക്സിമം എത്ര എമൗണ്ട് ഓഫ് ടൈം ഡെപ്പോസിറ്റ് ആണ് ഒരു മൈനറിൻ്റെ പേരിൽ കെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 146 ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ അൺലിമിറ്റഡ് ആണ്. 147 ക്വസ്റ്റ്യൻ നോക്കാം. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഡാഷ് ഓഫ് ദി RBI ആക്ട്. റിപ്പീറ്റഡ് ആണ്, നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദി RBI ആക്ട് ആണ്. 147 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ സെക്കൻഡ് ഷെഡ്യൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 148 ക്വസ്റ്റ്യൻ നോക്കാം. ദ അഡ്വാൻറ്റേജ് ഓഫ് റുപേ കാർഡ് ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫോർ 180 days. Second option, RBI has made it compulsory for public sector banks to issue RuPay branded card. Third option, low charges for settlement. Fourth option, IMPS facility is available only in RuPay card. 148 question answer, the advantage of RuPay card is C ആണ് ആൻസർ. ലോ ചാർജസ് ഫോർ സെറ്റിൽമെൻ്റ് ആണ്. 148 question answer C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 149 ക്വസ്റ്റ്യൻ നോക്കാം. UPI സ്റ്റാൻഡ്സ് ഫോർ. ഫസ്റ്റ് ഓപ്ഷൻ യുണീക്ക് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, സെക്കൻഡ് ഓപ്ഷൻ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, തേർഡ് ഓപ്ഷൻ യുണൈറ്റഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, ഫോർത്ത് ഓപ്ഷൻ യൂണിഫോം യൂണിക് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? UPI സ്റ്റാൻഡ്സ് ഫോർ. 149 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 150 ക്വസ്റ്റ്യൻ നോക്കാം. വൈറ്റ് കാർഡ്സ് റെഫേഴ്സ് ടു. ഫസ്റ്റ് ഓപ്ഷൻ ഡെബിറ്റ് കാർഡ്സ്, സെക്കൻഡ് ഓപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ്സ്, തേർഡ് ഓപ്ഷൻ കൗണ്ടർഫീറ്റ് കാർഡ്സ്, ഫോർത്ത് ഓപ്ഷൻ കാർഡ്സ് മേഡ് ഓഫ് പ്ലാസ്റ്റിക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വൈറ്റ് കാർഡ്സ് റെഫേഴ്സ് ടു. 150 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. കൗണ്ടർഫീറ്റ് കാർഡ്സ് ആണ്. കൗണ്ടർഫീറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രോഡലൻ്റ്ലി മേക്ക് ചെയ്യുന്ന കാർഡാണ്, ഒരു ജെന്യൂനായിട്ട് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കാർഡല്ല. അപ്പോൾ 150 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 151 ക്വസ്റ്റ്യൻ നോക്കാം. A credit card holder makes a complaint to the bank of wrong billing. After how many days from the date of complaint he has filed a complaint with the bank ombudsman if it is not settled? First option 30 days, second option 45 days, third option 60 days, fourth option 15 days. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ റോങ് ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കംപ്ലൈൻറ്റ് ബാങ്കിൽ മേക്ക് ചെയ്യുകയാണ്. ആ കംപ്ലൈൻറ്റ് മേക്ക് ചെയ്ത ശേഷം ബാങ്ക് എത്ര ദിവസത്തിനുള്ളിൽ ആ കംപ്ലൈൻറ്റ് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ബാങ്ക് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞ ശേഷം എത്ര ദിവസത്തിനുള്ളിൽ ബാങ്ക് അത് സെറ്റിൽ ചെയ്തില്ലെങ്കിലാണ് ആ വ്യക്തിക്ക് ബാങ്ക് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ഫർദറായിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാങ്കിൻ്റെ മുമ്പിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ട് എത്ര ദിവസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ 151 ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ 30 days ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 152 ക്വസ്റ്റ്യൻ നോക്കാം. നോമിനേഷൻ ക്യാൻ ബി അക്സെപ്റ്റഡ് ഇൻ ദി ഫോളോവിങ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്. ഫസ്റ്റ് ഓപ്ഷൻ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, സെക്കൻഡ് ഓപ്ഷൻ ട്രസ്റ്റ് അക്കൗണ്ട്സ്, തേർഡ് ഓപ്ഷൻ അക്കൗണ്ട്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഫോർത്ത് ഓപ്ഷൻ ജോയിൻറ്റ് അക്കൗണ്ട്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിനാണ് നോമിനേഷൻ ക്യാൻ ബി അക്സെപ്റ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 152 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ ജോയിൻറ്റ് അക്കൗണ്ട്സിനാണ്. 153 ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is considered as priority sector for financing by banks in India? First option service sector, second option trading sector, third option corporate finance, fourth option agricultural sector. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സെക്ടറാണ് ബാങ്ക് ഒരു പ്രയോറിറ്റി സെക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്? എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഫിനാൻസിങ് ബൈ ബാങ്ക്സ് ഇൻ ഇന്ത്യ. 153 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ അഗ്രികൾച്ചറൽ സെക്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 154 ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓഫ് RBI ഇസ്. ഫസ്റ്റ് ഓപ്ഷൻ പ്രൊവൈഡിംഗ് ഫിനാൻസ് ഓപ്പൺലി ടു ഡിസർവിംഗ് സെക്ടർ, സെക്കൻഡ് ഓപ്ഷൻ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ്, തേർഡ് ഓപ്ഷൻ ഡെപ്റ്റ് വേവർ, ഫോർത്ത് ഓപ്ഷൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ RBI. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? RBIയുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 154 ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ RBI ആണ്. RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. 154 ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. 155 ക്വസ്റ്റ്യൻ നോക്കാം. വേറെ ഗാർഡിയൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ കോർട്ട്. ദ മൈനർ അറ്റൈൻസ് മജോറിറ്റി ഓഫ് കംപ്ലീഷൻ ഓഫ് ഡാഷ് ഇയേഴ്സ് ഓഫ് ഏജ്. ഫസ്റ്റ് ഓപ്ഷൻ 21 years, സെക്കൻഡ് ഓപ്ഷൻ 18 years, തേർഡ് ഓപ്ഷൻ 20 years, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്.
എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വേറെ ഗാർഡിയൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ കോർട്ട് ഗാർഡിയനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ മൈനർ മേജർ ആകണമെങ്കിൽ എത്ര ഇയേഴ്സ് ഓഫ് ഏജ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 155-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ 18 ഇയേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 156-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് മിസ്സിംഗ് പേഴ്സൺ presumption of death can be raised only after a period of dash years. First option 5 years, second option 10 years, third option 7 years, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻ കേസ് ഓഫ് മിസ്സിംഗ് പേഴ്സൻ്റെ കേസിൽ presumption of death, അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു അനുമാനം ക്യാൻ ബി റൈസ്ഡ് ചെയ്യണമെങ്കിൽ only after a period of dash years, എത്ര വർഷം കഴിഞ്ഞാലാണ് അത് പോസിബിൾ ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 156-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ 7 ഇയേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 157-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ IT അറ്റാച്ച്മെൻറ്റ് ഓർഡർ ഈസ് റിസീവ്ഡ് ഫോർ ₹20,000 വെൻ ബാലൻസ് ഇൻ ദി അക്കൗണ്ട് ഈസ് ₹10,000. Subsequently ₹15,000 is credited to the account. First option only ₹10,000 is to be attached. Second option ₹20,000 to be attached including the subsequent credit. Third option ₹25,000 to be attached. Fourth option none of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആൻ IT അറ്റാച്ച്മെൻറ്റ് ഇൻകം ടാക്സ് അറ്റാച്ച്മെൻറ്റ് ഓർഡർ ഈസ് റിസീവ്ഡ് ചെയ്യുകയാണ്. എത്ര രൂപയുടെ? ₹20,000 വെൻ ബാലൻസ് ഇൻ ദി അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ₹10,000 ആണ്. അതിനുശേഷം സബ്സിക്വൻ്റ്ലി ആ ബാങ്ക് അക്കൗണ്ടിൽ ₹15,000 കൂടെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആ IT അറ്റാച്ച്മെൻറ്റ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 157-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ₹20,000 ടു ബി അറ്റാച്ച്ഡ്, 20,000 അറ്റാച്ച് ചെയ്യും. ഇൻക്ലൂഡിങ് എങ്ങനെ? ദ സബ്സിക്വൻറ്റ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫുള്ളായിട്ട് 20,000 അറ്റാച്ച് ചെയ്യും. എങ്ങനെ? ഫസ്റ്റിലെ 10,000 അല്ലേ ബാലൻസ്, ആ 10,000 അറ്റാച്ച് ചെയ്യും. അതിനുശേഷം സബ്സിക്വൻ്റ്ലി ₹15,000 വന്നിട്ടുള്ളതിൽ നിന്ന് 10,000 കൂടി അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഫുള്ളായിട്ട് 20,000 അറ്റാച്ച് ചെയ്യും. അതാണ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. 157-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ₹20,000 ടു ബി അറ്റാച്ച്ഡ് ഇൻക്ലൂഡിങ് ദി സബ്സിക്വൻറ്റ് ക്രെഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 158-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഖാരിഫ് സീസൺ extends from month of dash to the month of dash. First option April to August, second option March to August, third option June to September, fourth option April to September. 158-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഖാരിഫ് സീസൺ എക്സ്റ്റെൻസ് ഫ്രം മന്ത് ഓഫ് സി ആണ്. ആൻസർ ജൂൺ ടു സെപ്റ്റംബർ ആണ്. 158-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. 159-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. CVV in cards stands for first option credit verification wallet, second option credit value verification, third option കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ, ഫോർത്ത് ഓപ്ഷൻ ക്രെഡിറ്റ് വെരിഫിക്കേഷൻ വാല്യൂ. 159-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 160-ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊവൈഡിങ് ഫിനാൻസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ? ഡയറക്റ്റ് തന്നെ ആൻസറിലേക്ക് പോകാം. അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊവൈഡിങ് ഫിനാൻസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. 160-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ നബാർഡാണ്. അപ്പോൾ ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സെഷനിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.